ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴ് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പോളം നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഓയിൽ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ കുഞ്ഞുള്ളിയുടെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്ന് നല്ല പോലെ ഒന്ന് വെന്തൊന്ന് മൊരിഞ്ഞു വരണേ. അപ്പൊ ആ ഒരു പാകം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഈ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ടെ നമ്മുടെ കുഞ്ഞുള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളി നല്ല പഴുത്ത നോക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് കുക്കായി വരുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പം കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. ഫ്രഷായിട്ട് നമുക്ക് ചതച്ചോ അരിഞ്ഞോ ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പം തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരട്ടെ. അപ്പോൾ അതാണ് തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കാര്യം ചട്ടി നല്ല ചൂടായിട്ടിരിക്കുവാണ്. അപ്പം ചിലപ്പോൾ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് എരിവ് കുറഞ്ഞ മുളക് പൊടി, കാശ്മീരിയാണ്. അതുകൊണ്ടാണ് ഞാൻ 1.5 ചേർക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് മാറി വരുന്ന സമയത്ത് ആകെ പാടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മുടെ പിഴിപുളി ഉണ്ടല്ലോ, അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ് ചേർക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളിയാണ് കേട്ടോ. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അതാണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണൊക്കെ മാത്രം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉലുവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആദ്യം നമ്മൾ ആദ്യം ഫസ്റ്റ് വെളിച്ചെണ്ണ ചേർത്തില്ലേ, ആ സമയത്ത് ഉലുവ ഇട്ടാൽ മതിയാവും. അപ്പൊ എൻ്റെ കയ്യിൽ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങയും കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് അരച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം കൈവച്ച് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്താൽ മതി. അടപ്പിലൊക്കെ പറ്റി പിടിച്ചതെല്ലാം ഞാൻ ഇതിലേക്ക് വടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലയായിട്ട് നല്ലപോലെ
ഇനി നമുക്കിതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലൊന്ന് ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഈ കറി ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാണ്ട് കണ്ടോ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാകം ആവുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ കുഞ്ഞി ചൂര ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് മീനിലും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മതിയാവും ഇതൊന്ന് കുക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കി അടപ്പ് തുറന്ന് നോക്കി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ അതാണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതാണ്ട് നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വറ്റിച്ച് എടുക്കാം. ഞാനിവിടെ ഇതുപോലെ തന്നെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. കാര്യം എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഇഷ്ടമാണ് കറി. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിന് തന്നെ അങ്ങ് എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇനി നമുക്കിന്ന് അടച്ച് വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം എടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ മീൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.